നമുക്കിന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഇതെൻ്റെ ബ്രദറിലോ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഒരു പാക്കറ്റ് പാലും പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ പൗഡർ. ആ ഒരു പുഡിംഗ് പാക്കറ്റിൽ കാരമൽ സോസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് 500 ml പാലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു പാക്കറ്റ് പാല് അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സംഭവം ഇത് അതിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഡയറക്റ്റ് ഇട്ടാലും മതി. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. സംഭവം ഞാൻ വിചാരിച്ചിരുന്നത് കട്ടിയാവടുത്തെന്ന് വിചാരിച്ചിട്ട് കുറേ ടൈം ഇങ്ങനെ തിളപ്പിച്ച്, അപ്പോൾ യൂട്യൂബിലെല്ലാം നോക്കിയാൽ മനസ്സിലായത് ഒന്ന് തിളച്ച് വന്നാൽ മതി, എന്നിട്ട് വേഗം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് അവിടെ സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കാരമൽ സോസ് ഉണ്ടല്ലോ ഈ ഒരു കുട്ടി കുട്ടി ബൗളിലാണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്താലും മതി. ആദ്യം കാരമൽ സോസ് അതിൽ കുറച്ചാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ പുഡിംഗ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ ഒന്ന് തണുപ്പിച്ചെടുത്തതിനാൽ നമ്മുടെ പുഡിംഗ് അവിടെ സെറ്റായി. ആദ്യം ഞാൻ ഫ്ലോപ്പായി എന്നാണ് വിചാരിച്ചത്. സംഭവം എത്ര മുട്ടിയിട്ടും തൊട്ടിട്ടോ വീഴുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വീണു കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പുഡിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നല്ലോ പറയൂലേ, അതാണിത്. നോക്കി അതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയുള്ള വീഡിയോ.